ഹലോ ഗൈസ്, ചെമ്പനീർ പൂവിൻ്റെ ഇന്നത്തെ എപ്പിസോഡ് റിവ്യൂയിലേക്ക് സ്വാഗതം. ഈ റിവ്യൂ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്തും സബ്സ്ക്രൈബ് ചെയ്തും സപ്പോർട്ട് ചെയ്യണേ. ചന്ദ്രമതി പൂക്കടയിൽ വന്ന് രേവതിയോട് വഴക്കുണ്ടാക്കുന്നുണ്ട്. നീ ഇങ്ങനെ രാവിലെ പൂക്കടയും തുറന്ന് വെച്ച് ഇവിടെ ഇരുന്ന ബാക്കിയുള്ളവർക്ക് വല്ലതും കഴിക്കണ്ടേ, അതുകൊണ്ട് വന്ന് മര്യാദയ്ക്ക് അടുക്കളയിൽ വല്ലതും പണിയാനൊക്കെ. അന്നേരം രേവതി പറയും, ഞാനിപ്പം വന്നോളാം അമ്മേന്ന്. ഈ പൂക്കട എന്ന് തുടങ്ങി അന്ന് തൊട്ട് ബാക്കിയുള്ളവർക്ക് ഒരു മനസ്സമാധാനവും ഇല്ല, ഇതെങ്ങനെയും തല്ലിപ്പൊളിച്ച് ദൂരെ കളഞ്ഞാൽ മതിയായിരുന്നു എന്നൊക്കെ പറയും. അന്നേരം അതൊക്കെ കേട്ടുകൊണ്ട് പൂക്കടയിൽ നിന്ന് പൂവും മേടിച്ചുകൊണ്ട് പോയ ഒരു സ്ത്രീയും മാറി നിൽപ്പുണ്ടായിരുന്നു. അവരോട് രേവതി നേരത്തെ പറഞ്ഞിരുന്നത് അമ്മായിമ്മയ്ക്ക് ഭയങ്കര നല്ല സ്നേഹമാണ്, തന്നെ മകളെ പോലെയാണ് കാണുന്നത് എന്നൊക്കെ ഇങ്ങനെ പൊക്കി പറഞ്ഞതായിരുന്നല്ലോ. അതെല്ലാം അന്നേരം പൊളിഞ്ഞു പോകുന്നുണ്ട്. അപ്പോൾ രേവതി ഇങ്ങനെ തിരിഞ്ഞ് നോക്കുമ്പോഴത്തേന് രേവതിക്ക് അത് ആ ചേച്ചി കേട്ടല്ലോ എന്നോർത്ത് സങ്കടം വരുന്നുണ്ട്. രവീന്ദ്രനും നടക്കാൻ പോയിട്ട് തിരിച്ചു വരുമ്പോഴത്തേന് ഈ സീനൊക്കെ കാണുന്നുണ്ട്. രവീന്ദ്രൻ ഇത് കേട്ടുകൊണ്ടാണ് മാറി നിൽക്കുന്നത്. പൂ മേടിക്കാൻ വന്ന ചേച്ചി തിരിച്ചു വന്ന് രേവതിയോട് ചോദിക്കുന്നുണ്ട്, എന്താ രേവതി, നീയല്ലേ പറഞ്ഞ് നിൻ്റെ അമ്മായിമ്മയ്ക്ക് നിന്നോട് ഭയങ്കര സ്നേഹമാണെന്ന്, എന്നിട്ട് ഇപ്പോൾ അവർ വന്ന് എന്തെല്ലാം പറഞ്ഞിട്ട് പോയെന്ന് പറയും. അത് ചേച്ചി, ഞാൻ രാവിലെ ആഹാരം ഉണ്ടാക്കാനായിട്ട് താമസിച്ചതിന് അമ്മ ഇങ്ങനെ വന്ന് വഴക്ക് പറഞ്ഞെന്നേ ഉള്ളെന്ന് പറയും. നീ ഇനി അങ്ങനെ അഭിനയിക്കുകയൊന്നും വേണ്ട, എനിക്ക് കാര്യമൊക്കെ മനസ്സിലായെന്ന് പറഞ്ഞ് അവരങ്ങ് പോകും. ഇപ്പോൾ രവീന്ദ്രൻ അങ്ങോട്ട് വരുന്നുണ്ട്. അച്ഛാ, നടപ്പ് കഴിഞ്ഞ് വന്നോന്നാൽ ഞാനിപ്പോൾ അങ്ങോട്ട് വരാൻ ചായ എടുത്തു തരാം എന്നൊക്കെ രേവതി പറയുന്നുണ്ട്. പതുക്കെ മതി മോളെ, ഞാൻ അങ്ങോട്ട് ചെല്ലട്ടെ, നീ കടയൊക്കെ അടച്ചിട്ട് വന്നേക്കാൻ പറഞ്ഞ് രവീന്ദ്രൻ അങ്ങ് വീട്ടിലേക്ക് പോകും. രവീന്ദ്രൻ വീട്ടിൽ ചെല്ലുമ്പോഴത്തേന് ചന്ദ്രമതി ഹാളിൽ ഇരിപ്പുണ്ട്. അപ്പം രവീന്ദ്രൻ ചന്ദ്രമതി തന്നെ നോക്കി നിൽക്കുന്നുണ്ട്. എന്താ ഇങ്ങനെ നോക്കി നിൽക്കുന്നത്, ഒരിക്കലും കണ്ടിട്ടില്ലാത്ത പോലെ എന്ന് പറയും. അതെ, വിചിത്ര ജീവികളെ കണ്ടാൽ ഇങ്ങനെ നോക്കി നിൽക്കണ്ടേ എന്ന് രവീന്ദ്രൻ പറയും. അതെന്താ രവിയേട്ടൻ അങ്ങനെ പറഞ്ഞെന്ന് ചന്ദ്രമതി ചോദിക്കുന്നുണ്ട്. അതല്ല, നീ എന്തൊക്കെയാണ് ചെന്ന് ആ പൂക്കടയിൽ ചെന്ന് ബഹളം വെച്ച് രേവതിയോട് പറഞ്ഞതെന്ന് ചോദിക്കും. അവൾ എന്തെങ്കിലുമൊക്കെ നുണ പറഞ്ഞ് തന്നു കാണുമല്ലേ എന്ന് പറയും. അവളൊന്നും പറഞ്ഞതല്ല, ഞാനതെല്ലാം കേട്ടുകൊണ്ട് നിൽക്കുകയായിരുന്നു. അമ്മായിയമ്മ വളരെ നല്ലതാണെന്നൊക്കെ പറഞ്ഞ് ഒരു കസ്റ്റമറെ അവൾ അങ്ങോട്ട് വിട്ട ഉടനെ നീ വന്ന് അവിടെ കിടന്ന് ബഹളം വെച്ചു. അവരത് കേട്ടിട്ട് വന്ന് രേവതിയോട് ചോദിക്കുകയും ചെയ്തെന്ന് പറയും. അത് പിന്നെ അവൾ എന്തിനാ അവിടെ പൂക്കടയും വെച്ചുകൊണ്ടിരിക്കുന്നത്, അതുകൊണ്ടല്ലേ ഇങ്ങനെയൊക്കെ കേൾക്കേണ്ടി വന്നെന്ന് ചന്ദ്രമതി പറയും. രേവതി കഴുത്തിൽ താലി മഞ്ഞച്ചരടെ കോർത്തിട്ടുകൊണ്ട് നിൽക്കുന്നത് ഒരു അപമാനപരമായ കാര്യം തന്നെയാണ്. പലരും അതിനെക്കുറിച്ച് ചോദിക്കുന്നുണ്ട് രേവതിയോടെന്ന് പറയും. അതിനിപ്പം ഞാൻ എന്ത് ചെയ്യാൻ, അവളല്ലേ ആ സ്വർണം മുഴുവൻ ഊരിക്കൊണ്ടുവന്ന് എൻ്റെ അടുത്ത് അഹങ്കാരത്തോടെ തന്നിട്ട് പോയത്, അതുകൊണ്ട് ഇനി അവൾക്ക് അത് വേണമെങ്കിൽ വന്ന് എന്നോട് ചോദിക്കട്ടെ എന്ന് പറയും. അതല്ല, നാട്ടുകാർ പലരും അങ്ങനെ രേവതിയോട് ചോദിക്കുന്നെന്ന് പറയും. ഞാൻ കേട്ടെന്ന് പറയും. അവൾ അന്നേരം എന്നെക്കുറിച്ച് മാക്സിമം കുറ്റം പറഞ്ഞു കാണുമല്ലോ എന്ന് ചന്ദ്രമതി പറയുന്നുണ്ട്. രേവതി അങ്ങനെയൊന്നും പറഞ്ഞില്ല, മോള് പറഞ്ഞത് നീ അമ്മയമ്മയാണെങ്കിലും അമ്മയെപ്പോലാണ് എന്നെ നോക്കുന്നതെന്നും നല്ല സ്നേഹത്തിലാണെന്നൊക്കെയാണ് പറഞ്ഞെന്ന് പറയും. പിന്നെ അവൾ ഇങ്ങനെ രാവിലെ ഇവിടെ നിന്ന് ഇറങ്ങിപ്പോയി കഴിഞ്ഞാൽ പിന്നെ ഇവിടെ ബാക്കിയുള്ളവർക്ക് വിശക്കില്ലേ, എന്തെങ്കിലുമൊക്കെ ഉണ്ടാക്കണ്ടേന്ന് ചോദിക്കും. അതെന്താ അവൾ തന്നെ ഉണ്ടാക്കണമെന്ന്, നിങ്ങൾക്ക് ഉണ്ടാക്കിയ എന്നാ കുഴപ്പം, നിനക്കും ഉണ്ടാക്കാം, നിൻ്റെ 2 മരുമക്കൾ വേറെ ഉണ്ടല്ലോ അവർക്കും ഉണ്ടാക്കാമെന്ന് പറയും. അവരൊക്കെ നല്ല വലിയ കുടുംബത്തിലെയാണ്, അവരെ കൊണ്ടൊന്നും അങ്ങനെ പണി ചെയ്യിപ്പിക്കാൻ പറ്റത്തില്ല, ഇവളാണെങ്കിൽ അഷ്ടിക്ക് വകയില്ലാത്ത വീട്ടിലല്ലേ, ഇപ്പോൾ ഇവളങ്ങ് ചെയ്താൽ മതിയെന്ന് രേവതിയെക്കുറിച്ചും കൂടെ പറയുന്നുണ്ട് ചന്ദ്രമതി. പക്ഷേ ചന്ദ്രമതി പറയുന്നതെല്ലാം കേട്ടുകൊണ്ട് രേവതി വാതുക്കെ വന്ന് നിൽപ്പുണ്ടായിരുന്നു. രേവതി അകത്തേക്ക് കയറി വന്നിട്ട് പറയുന്നുണ്ട്, എന്ത് വേണമെങ്കിലും എന്നെക്കുറിച്ചോ ആരെക്കുറിച്ചോ പറഞ്ഞു, പക്ഷേ അഷ്ടിക്ക് വകയില്ലാത്ത വീട്ടിൽ നിന്നാണ് ഞാൻ വന്നെന്ന് മാത്രം പറയരുത്, ഞങ്ങളുടെ വീട്ടിൽ കഞ്ഞിക്കൊന്നും ഒരു കുഴപ്പവും ഇല്ലായിരുന്നെന്ന് പറയും. പിന്നെ ഞാൻ ഇച്ചിരി പാവപ്പെട്ട വീട്ടിൽ നിന്ന് വന്നത് കാരണം നിങ്ങൾ പറയുന്നതെല്ലാം ഞാൻ കേട്ടുകൊണ്ട് നിൽക്കുന്നു, പക്ഷേ കാശുള്ള മരുമക്കളെ നിങ്ങളെടുത്ത് തലയിൽ വെച്ചിട്ടുണ്ടല്ലോ, അവരോടൊക്കെ എന്നോട് പറയുന്ന പോലെ ഒന്ന് പറഞ്ഞു നോക്ക്, അന്നേരം അവർ വായിലിരിക്കുന്ന കേൾക്കാമെന്നും ചന്ദ്രമതിയോട് രേവതി പറയുന്നത് കേൾക്കുമ്പോഴത്തേന് ചന്ദ്രമതിക്ക് അങ്ങ് ദേഷ്യം വരുന്നുണ്ട്. ഇടിയെന്ന് പറഞ്ഞ് പാഞ്ഞ് ചെല്ലുന്നുണ്ട് രേവതിയുടെ നേരെ. ഇപ്പോൾ രവീന്ദ്രൻ പറയുന്നുണ്ട്, മോളെ നീ ഈ താലി ഇങ്ങനെ മഞ്ഞച്ചരടി തൂക്കിയിട്ടാണ് നടക്കുന്നത് കണ്ട മറ്റുള്ളവരുടെ മുമ്പിൽ നാണക്കേടല്ലേ, ഓരോരുത്തരും അതിനെക്കുറിച്ച് ചോദിക്കില്ലേ എന്നൊക്കെ ചോദിക്കും. അതൊന്നും കുഴപ്പമില്ല അച്ഛാ, എനിക്ക് വേറെ ആരുടെ സ്വർണ്ണമൊന്നും വേണ്ട, ഞാനത് ഊരിക്കൊടുത്തതല്ലേ, എനിക്കുള്ള താലിമാല എൻ്റെ സച്ചിയേട്ടൻ മേടിച്ചു തരും, അന്ന് മാത്രമേ ഞാനത് ഇടത്തുള്ളെന്ന് പറയും. അതൊക്കെ കേട്ടുകൊണ്ടാണ് സച്ചി താഴോട്ട് ഇറങ്ങി വരുന്നത്. അദ്ദേഹം എന്ന് എനിക്കൊരു താലിമാല മേടിച്ചു തരുന്നോ അന്ന് മാത്രമേ ഞാൻ താലിമാല ഇടുന്നുള്ളെന്ന് രേവതി പറയുന്നത് കേൾക്കുമ്പോഴത്തേന് ചന്ദ്രമതി പറയുന്നുണ്ട്, പിന്നെ നിൻ്റെ ഒരു സച്ചിയേട്ടൻ അവനേതാണ്ട് മേടിച്ച് തരാൻ പോവുക, എവിടുന്ന് മേടിച്ച് തരുന്ന കാര്യമാണെന്ന് ചോദിക്കും. അവന് ഒരു ഗതിയില്ലാതെ നടക്കുന്നവനാ, അവനാ നിനക്ക് താലിമാല മേടിച്ച് തരുന്നത്, ഇങ്ങനെയാണ് നീ ജീവിതകാലം മുഴുവൻ താലിമാല ഇല്ലാതെ ഈ മഞ്ഞച്ചരടി തന്നെ താലിയും വെച്ചുകൊണ്ട് നടക്കേണ്ടി വരുമെന്നൊക്കെ പറയും. അപ്പോൾ രേവതി പറയും, അമ്മ അങ്ങനെയൊന്നും പറയണ്ട, അമ്മ എത്ര
വില കുറച്ച് കാണിച്ചെന്ന് പറഞ്ഞാലും സച്ചിയേട്ടൻ്റെ വില എനിക്കറിയാം. അത് കാരണം സച്ചിയേട്ടൻ എനിക്ക് മാല മേടിച്ച് തരിക തന്നെ ചെയ്യും. വേണമെങ്കിൽ ഇന്ന് തന്നെ മേടിച്ച് തരുമെന്ന് പറയും. പിന്നെ അവിടെ ഒരു സച്ചിയേട്ടൻ അവനങ്ങ് മല മറിക്കാൻ പോവല്ലേ, വെറും ഡ്രൈവറായ അവനാ ഇവക്ക് മാല മേടിച്ച് കൊടുക്കാൻ പോകുന്നത് എന്നൊക്കെ പറയുമ്പോഴത്തേന് സച്ചി അങ്ങോട്ട് വരുന്നുണ്ട്. സച്ചി പറയും, എന്താ ഞാൻ അവക്ക് മാല മേടിച്ച് കൊടുത്താൽ കൊള്ളത്തില്ലേ എന്നൊക്കെ ചോദിക്കും. പിന്നെ നീ ഏതാണ്ട് കൊടുക്കാൻ പോവാ, നിൻ്റെ കയ്യിൽ എന്തിരുന്നിട്ടാ, നീ വേണേൽ എത്ര കുപ്പി കള്ള് കുടിക്കുമെന്ന് വേണമെങ്കിൽ ഞാൻ കണക്ക് പറയാം, അല്ലാതെ നിൻ്റെ കയ്യിൽ ഒരു കുന്തോ ഇല്ലെന്ന് പറയും. അപ്പോൾ രേവതി പറയുന്നുണ്ട്, അച്ഛൻ അമ്മയോട് പറയണം സച്ചിയേട്ടൻ്റെ ജോലിയെ താഴ്ത്തി പറയരുതെന്ന്. അച്ഛൻ ഒരു ഡ്രൈവറല്ലായിരുന്നു, ഈ കുടുംബം നോക്കിയിരുന്ന് ഈ ഡ്രൈവർ പണി വെച്ചല്ലായിരുന്നോ, എന്നിട്ട് പിന്നെ സച്ചിയേട്ടനെ ഇങ്ങനെ കുറ്റം പറയാൻ അമ്മയ്ക്ക് എങ്ങനെ പറ്റുന്നെന്ന് ചോദിക്കും. അമ്മ ഇനി സച്ചിയേട്ടനെ താഴ്ത്തി പറയരുത്, അത് കേൾക്കുന്നത് എനിക്കിഷ്ടമല്ല. അതുകൊണ്ട് എൻ്റെ കാര്യത്തിന് സച്ചിയേട്ടൻ ചെയ്തു തന്നോളും. എപ്പം വേണേലും എനിക്ക് സച്ചിയേട്ടന് ഒരു മാല മേടിച്ച് തരാനുള്ളതേ ഉള്ളൂ. അതുകൊണ്ട് അത് ഇന്ന് വേണേലും മേടിച്ച് തരുമെന്നൊക്കെ പറയുന്നുണ്ട് രേവതി. അത് കേൾക്കുമ്പോഴത്തേന് സച്ചിക്ക് അങ്ങ് സന്തോഷമാകുന്നുണ്ട്, രവീന്ദ്രനും സന്തോഷമാകുന്നുണ്ട് കേട്ടോ. സച്ചിയെ ഇതുപോലെ വിശ്വസിക്കുകയും സ്നേഹിക്കുകയും ചെയ്യുന്ന ഭാര്യയാണല്ലോ രേവതി എന്ന് ഓർക്കുമ്പോൾ സച്ചിയാണ് സന്തോഷത്തോടെയാണ് രേവതിക്കിട്ട് നോക്കി നിൽക്കുന്നത്. സച്ചി ഉടനെ പറയും, രേവതി എനിക്ക് വിശക്കുന്ന്, ഓട്ടത്തിന് പോകാനുള്ളതല്ലേ, വാ ഫുഡ് എടുത്ത് തരാൻ പറയും. അപ്പം രേവതി പറയും, അതിനെന്താ സച്ചിയേട്ടാ, വാ ഇടിയപ്പവും മുട്ടക്കറിയൊക്കെ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്, വന്ന് കഴിക്കുന്നൊക്കെ പറയും. അന്നേരത്തേന് സച്ചി പറയും, എന്നാൽ വാന്ന് പറഞ്ഞ് ഇവരകത്തേക്ക് പോകുന്നുണ്ട്. അന്നേരം ചന്ദ്രമതി ചോദിക്കും, ഇവള് ഫുഡ് ഉണ്ടാക്കി വെച്ചിട്ടുണ്ടെന്നുള്ള കാര്യം എന്തുകൊണ്ടാണ് എന്നോട് പറയാതിരുന്നെന്ന്. അതിനെന്തിനാണ് നിന്നോട് പറയുന്നത്, നിനക്ക് അടുക്കള കയറി ആ പാത്രങ്ങളൊക്കെ ഒന്ന് പൊക്കി നോക്കിയിരുന്നെങ്കിൽ അവിടെ ഫുഡ് ഉണ്ടാക്കി വെച്ചിരുന്നത് കാണത്തില്ലായിരുന്നോ, അപ്പം നിനക്ക് കഴിക്കാമായിരുന്നല്ലോ. അതുപോലും നീ ചെയ്യാഞ്ഞിട്ടാണ് അവളെ അങ്ങനെ വഴക്ക് പറയുന്നത്. എന്നെങ്കിലും നീ ആ പെൺകുട്ടിയോടൊരു സ്നേഹത്തോടൊരു വാക്ക് പറഞ്ഞിട്ടുണ്ടോടി. പിന്നെ ഇനിയും മാനവും അഭിമാനവും ഒന്നും നോക്കാൻ നിൽക്കണ്ട, വന്ന് വല്ലതും കഴിക്കാൻ പറഞ്ഞിട്ട് രവീന്ദ്രനകത്തേക്ക് അങ്ങ് പോകുന്നുണ്ട്. അപ്പോൾ ചന്ദ്രമതി ഓർക്കുന്നുണ്ട്, ഇനി അഭിമാനമൊക്കെ നോക്കി നിന്ന് കഴിഞ്ഞാൽ പട്ടിണി കിടക്കേണ്ടി വരും, അതുകൊണ്ട് പോയി കഴിച്ചേക്കാവുന്നു. പിന്നീട് കാണിക്കുന്നത് ടാക്സി സ്റ്റാൻഡാണ്. അവിടെ ഒരു മാസച്ചിട്ടി എല്ലാവരും കൂടി ചേർന്നിട്ടുണ്ടായിരുന്നു. അതിൻ്റെ ആൾ വന്ന് ചോദിക്കുന്നുണ്ട്, ഇന്നത്തെ മാസച്ചിട്ടി ആർക്കാണ് വേണ്ടതെന്ന്. അപ്പോൾ സച്ചിൻ്റെ ഒരു കൂട്ടുകാരൻ പറയും, ഞാൻ മേടിച്ചോളാം, എനിക്ക് ഈ പ്രാവശ്യം കടമൊക്കെ ഉണ്ട്, അതെല്ലാം വീട്ടണമെന്നൊക്കെ പറയും. അന്നേരമാണ് സച്ചി അങ്ങോട്ട് വരുന്നത്. സച്ചിയോട് എല്ലാവരും കാര്യമൊക്കെ പറയുന്നുണ്ട്. അപ്പോൾ സച്ചി ചോദിക്കും, നിങ്ങളെല്ലാവരും മേടിച്ചായിരുന്നോ, ആരാ മേടിച്ചെന്നൊക്കെ ചോദിക്കും. അന്നേരം അത് ഞങ്ങളാരും മേടിച്ചില്ല, നിനക്ക് വേണമെന്ന് ചോദിക്കും. അപ്പം പെട്ടെന്ന് സച്ചി ഓർക്കുന്നുണ്ട് രേവതി ഇങ്ങനെ പറഞ്ഞ കാര്യം, എനിക്ക് എൻ്റെ സച്ചിയേട്ടൻ താലിമാല മേടിച്ച് തരും, എനിക്ക് എൻ്റെ സച്ചിയേട്ടനെ വിശ്വാസമാണ്, ഇനി താലിമാല സച്ചിയേട്ടൻ മേടിച്ചിട്ട് ഞാൻ ഇടത്തുള്ളെന്നൊക്കെ പറഞ്ഞത്. സച്ചി ഇങ്ങനെ ആലോചിച്ച് നിൽക്കുന്ന കാണുമ്പോഴത്തേന് കൂട്ടുകാരൻ ചോദിക്കുന്നുണ്ട്, എടാ ഈ പ്രാവശ്യത്തെ ചിട്ടി എന്നാ നിനക്ക് വേണമെന്ന്. അതല്ല, ഞാൻ ഓർക്കുകയായിരുന്നു, രേവതിയുടെ കഴുത്തേൽ താലിമാലയില്ല, ഒരു മഞ്ഞച്ചരലിലാണ് അവൾ താലി തൂക്കിയിട്ടിരിക്കുന്നത്, അത് വീട്ടിൽ പല പ്രശ്നങ്ങളും ആകുന്നുണ്ട്, എല്ലാവരും അവളോട് ചോദിക്കുന്നു എന്ന് പറഞ്ഞ് സങ്കടമാണ്. ഇനി അവൾ അച്ഛനോടും അമ്മയോടും ഒക്കെ പറയുകയും ചെയ്ത് സച്ചിയേട്ടൻ എനിക്കൊരു താലിമാല മേടിച്ച് തരുമ്പോൾ മാത്രമേ ഞാൻ ഈ മാല മഞ്ഞച്ചരട് മാറ്റിയിട്ട് താലിമാലയിൽ ഇടത്തുള്ളെന്ന് പറഞ്ഞെന്ന് പറയും. അതൊക്കെ ഓർക്കുമ്പം കിട്ടിയാൽ കൊള്ളാവാരെന്ന് പറയും. അതിനെന്താടാ നീ എടുത്തോളാൻ പറയും. അന്നേരം സച്ചി പറയും, നിങ്ങൾക്ക് വേണമെങ്കിൽ എടുത്തോ, അത് കഴിഞ്ഞിട്ട് തന്നാൽ മതി എന്നൊക്കെ പറയും. അതല്ലടാ, നീ എടുത്തോ, എല്ലാ പ്രാവശ്യവും ഇങ്ങനെ ചിട്ടി അടയ്ക്കുന്നുണ്ടെങ്കിലും നീ ആർക്കാണ് കിട്ടിയെന്നോ എന്തായെന്നോ ഒന്നും നീ തിരക്കാറില്ലല്ലോ, ഈ പ്രാവശ്യം ഇങ്ങനെ ഒരു ആവശ്യത്തിന് വേണ്ടിയല്ലേ, നീ എടുത്തോളാൻ എല്ലാവരും പറയും. എടാ 70,000 രൂപയുണ്ട്, നീ അതും കൊണ്ടുപോയി അവക്കൊരു താലിമാല മേടിച്ചു കൊടുക്കാൻ കൂട്ടുകാരൻ പറയുന്നുണ്ട്. അത് കേൾക്കുമ്പോൾ സച്ചി അവിടെ നിന്ന് ആ പൈസ മേടിച്ചുകൊണ്ട് പോവുകയാണ്. പിന്നീട് കാണിക്കുന്നത് സുധി വർക്ക് ചെയ്യുന്ന റെസ്റ്റോറൻ്റാണ്. സുധി ഇങ്ങനെ ഫോണിൽ നോക്കിയിരിക്കുകയാണ്. എന്താ ആരും ഒരു മറുപടി ഒന്നും അയക്കാത്തത്, ഞാൻ പലർക്കും മെയിൽ അയച്ചായിരുന്നല്ലോ എന്നൊക്കെ ഓർത്ത്. അന്നേരത്തേന് അവിടുത്തെ വേറൊരു സ്റ്റാഫ് വന്ന് ചോദിക്കുന്നുണ്ട്, നീ എന്താ ഇവിടെ നിൽക്കുന്നത്, ഇങ്ങനെ നിൽക്കുന്ന കണ്ടാൽ മുതലാളി വഴക്ക് പറയുമെന്ന് പറയും. ഞാൻ ഈ 2-3 കമ്പനിയിലേക്ക് ജോബ് ആപ്ലിക്കേഷൻ അയച്ചിരുന്നു, അതിൻ്റെ മറുപടി കിട്ടാൻ നിൽക്കുക എന്ന് പറയും. അതിന് 10ാം ക്ലാസ് തോറ്റ നിനക്കിനി എന്നാ ജോലി കിട്ടാനാന്ന് പറയും. എടാ എനിക്ക് 7 ഡിഗ്രി ഉള്ളതാ, എന്നിട്ട് ഞാനിവിടെ 10ാം ക്ലാസ് തോറ്റെന്ന് പറഞ്ഞ് കള്ളം പറഞ്ഞ് നിൽക്കുന്നതാന്ന് പറയും. എന്തായാലും 10ാം ക്ലാസ് തോറ്റ ഞാനും ഈ 7 ഡിഗ്രിയുള്ള നീയും ഒരേ പണിയല്ലേ ചെയ്യുന്നത്, അതുകൊണ്ട് ഒത്തിരി നേരം ഒന്നും നിൽക്കാതിരിക്കുന്നതാണ് നല്ലതെന്ന് പറയും. അന്നേരം മുതലാളി അങ്ങോട്ട് വന്ന് ചോദിക്കുന്നുണ്ട്, എന്താ ഇവിടെ നിങ്ങൾ നിൽക്കുന്നത്, അങ്ങോട്ട് ചെല്ല്, കസ്റ്റമേഴ്സ് ഉണ്ടെന്ന്. സുധി അപ്പോൾ കസ്റ്റമേഴ്സിൻ്റെ അടുത്തോട്ട് ചെന്ന് ചോദിക്കുന്നുണ്ട്, എന്താ ഫുഡ് വേണ്ടതെന്ന്. അപ്പോൾ അവർ പറയും, ഫുഡിൻ്റെയൊക്കെ പേര് ചോദിക്കുമ്പോഴത്തേന് സുധി കുറേ ഫുഡിൻ്റെയൊക്കെ പേര് പറഞ്ഞു കൊടുക്കും. അപ്പോൾ അവർ ചോദിക്കുന്നുണ്ട്, ഇന്നത്തെ സ്പെഷ്യൽ എന്താണെന്ന്. ഗിനി ദോശയുണ്ടെന്ന് സുധി പറയും. എന്നാൽ അത് 2 കൊണ്ടുപോരാൻ പറഞ്ഞ് അവരെ സുധിയെ പറഞ്ഞു വിടുന്നുണ്ട്. അപ്പോൾ സുധി അടുക്കളയിൽ പോയിട്ട് തിരിച്ച് അതുപോലെ വന്നിട്ട് പറയും, ഗിനി ദോശ ഇല്ല സാറിന്. ഉടനെ അവർ പറയും, നീ
നീയൊക്കെ എന്ത് നോക്കിയിട്ടാണ് ഇവിടെ ജോലിക്ക് നിൽക്കുന്നത്, കാര്യം അറിഞ്ഞിട്ട് വേണ്ടായിരുന്നു ഇവിടെ കാര്യങ്ങൾ പറയാനായിട്ട് എന്ന് പറഞ്ഞ് ദേഷ്യപ്പെടുന്നുണ്ട്. ഉടനെ ശ്രുതി പറയും, നിങ്ങൾ കുറച്ച് മാന്യമായിട്ട് സംസാരിക്കണം, എടാ പോടാന്നൊന്നും സംസാരിക്കാൻ പറ്റത്തില്ലെന്ന് പറയും. അത് കേൾക്കുമ്പോഴത്തേനും അവർ ചാടി എഴുന്നേൽക്കുന്നുണ്ട്. അപ്പോൾ മാനേജർ അങ്ങോട്ട് ഓടി വരുന്നുണ്ട്. എന്താ സാർ എന്താണെന്ന് ചോദിച്ചു. അന്ന് പറയും, ഇവനെയൊക്കെ ആരാ ജോലിക്കെടുത്ത്, ഒരു കാര്യവും ചെയ്യാൻ അറിയത്തില്ലല്ലോ എന്നൊക്കെ പറയും. സാർ പുതിയതായിട്ട് ജോലിക്ക് വന്നതാ, ക്ഷമിക്കണമെന്നൊക്കെ പറഞ്ഞ് മാനേജർ അവരോട് സോറിയൊക്കെ പറയുന്നുണ്ട്. ഞാൻ ആരാണെന്ന് അവൻ അറിയത്തില്ല, അതുകൊണ്ടാണെന്നൊക്കെ പറയും. കണ്ടിട്ട് പോലീസുകാരാണെന്ന് തോന്നുന്നു, പക്ഷേ ഇതൊന്നും ശ്രുതി അറിയുന്നില്ല. ശ്രുതി എന്നിട്ട് മാറി അങ്ങ് നിൽക്കുന്നുണ്ട്. അന്നേരം പെട്ടെന്ന് സാറേ ഇരിക്കും, ഞങ്ങളിപ്പം തന്നെ സാധനം തരാമെന്നൊക്കെ പറഞ്ഞ് മാനേജർ അവരെ അനുനയിപ്പിച്ചിട്ടൊക്കെ അകത്തേക്ക് അങ്ങ് പോകും. ശ്രുതിക്കാണെങ്കിൽ ഭയങ്കരമായിട്ട് ദേഷ്യം വരും. വലിയ ഉദ്യോഗസ്ഥനായിരിക്കേണ്ട ഞാനാണ് ഇവിടെ വെയിറ്റർ ജോലി ചെയ്യുന്നത്, അപ്പോൾ എന്നെ ഇൻസൾട്ട് ചെയ്തിരിക്കുന്നു എന്നൊക്കെ പറഞ്ഞാണ് ശ്രുതി മാറി നിന്ന് പൊറുപൊറുക്കുന്നത്. ആ സമയത്താണ് ശ്രുതി വിളിക്കുന്നത്. ആദ്യം ശ്രുതിയുടെ കോൾ എടുക്കണോ എന്നൊക്കെ ഓർത്തിട്ട് പിന്നെ ശ്രുതി എടുക്കുന്നുണ്ട്. അപ്പം ശ്രുതി ചോദിക്കും, എന്താ ശ്രുതി രാവിലെ ഒന്നും കഴിച്ചിട്ടല്ലല്ലോ പോയത്, അതുകൊണ്ട് എന്തെങ്കിലും കഴിക്കണം എന്നൊക്കെ പറയും. അന്നേരം പറയും, കഴിച്ചോളാം എന്ന് പറയും. എന്നാൽ അടുത്ത് ഹോട്ടൽ വല്ലതും ഉണ്ടോ എന്ന് ചോദിക്കുന്നത് പറയും, ഓഫീസ് ഹോട്ടൽ തന്നെ അല്ലേ എന്നിങ്ങനെ ശ്രുതി അറിയാതെ അങ്ങ് പറഞ്ഞു പോകുന്നുണ്ട്. അപ്പോൾ അതെന്താണെന്ന് അങ്ങനെ പറഞ്ഞെന്ന് ചോദിക്കും. പറയാം, അല്ല ഓഫീസിൽ നിന്ന് നോക്കിയാൽ നേരെ ഹോട്ടലിലോട്ടാണ് കാണുന്നത്, അതുകൊണ്ട് ഞാനങ്ങ് പറഞ്ഞതേ ഉള്ളൂ, ഫയലൊക്കെ നോക്കുന്ന തിരക്കില്ല ഞാനെന്നൊക്കെ പറഞ്ഞ് ശ്രുതി ഇങ്ങനെ കള്ളങ്ങൾ പറയുക. എന്നിട്ട് പറയുന്നുണ്ട്, ദൈവമേ ഞാൻ എന്നാണോ കള്ളം പറയാതെ ഒന്ന് ജീവിക്കുന്നതെന്ന്. രാത്രിയാകുമ്പോഴത്തേന് ശ്രുതി വരുന്നുണ്ട്. ശ്രുതി എന്നിട്ട് അച്ഛനെ വിളിച്ച് അടുത്തിരുത്തും. എന്നിട്ട് പറയും അമ്മയെ വിളിക്കാൻ. അപ്പം രവി ചന്ദ്രയെ വിളിക്കുന്നുണ്ട്. അപ്പം ചന്ദ്രമതി വന്ന്, നീയായിരുന്നോ, എന്നാ കാര്യം എന്നൊക്കെ ചോദിക്കും. എനിക്കൊരു കാര്യം പറയാനുണ്ട്, ഇവിടെ വന്നിരിക്കാൻ പറയും. എല്ലാവരെയും വിളിക്കാൻ പറഞ്ഞിട്ട് ശ്രുതിയെയും പിന്നെ ശ്രീകാന്തിനെയും വർഷയെല്ലാം വിളിക്കും. രേവതിയും വിളിക്കുന്നുണ്ട്. രേവതി നീ ഒടുങ്ങി വരാൻ. എന്നിട്ട് എല്ലാവരും വന്നിരുന്ന് കഴിയുമ്പം പറയും, എനിക്കൊരു കാര്യം പറയാനുണ്ട്, നിങ്ങളെല്ലാവരും കൂടെ രേവതിയെ ഒരുപാട് ഇൻസൾട്ട് ചെയ്യുന്നുണ്ട്. രേവതി മഞ്ഞച്ചരടി ഇട്ടുകൊണ്ട് നടക്കുമ്പോഴത്തേന് അത് അവൾ വേറെ സ്വർണ്ണമൊന്നും ഇടത്തില്ലെന്നും ഒക്കെ പറഞ്ഞ് നിങ്ങൾ കളിയാക്കുന്നില്ലേന്ന് ചോദിക്കും. ഞാൻ മാല മേടിച്ചു കൊടുത്താൽ മാത്രമേ അവൾ അത് താലി ഇടത്തുള്ളൂ എന്ന് പറഞ്ഞില്ലേ, അതിനൊക്കെ നിങ്ങൾ അവളെ ഒരുപാട് കഷ്ടപ്പെടുത്തിയില്ലേ എന്നൊക്കെ ചോദിക്കും. അന്നേരം ചന്ദ്ര പറയുന്നുണ്ട്, പിന്നെ നീയല്ലാതെ എവിടുന്ന് ഒപ്പിക്കാനാ, നിനക്ക് എവിടുന്നാ ഇതിന് മാത്രം കാശൊക്കെ ഉണ്ടാകുന്ന, നീ ഒരു ഡ്രൈവർ അല്ലേ എന്നൊക്കെ ചോദിക്കും. ശ്രുതി എപ്പോൾ അവിടെ നിന്ന് പറയുന്നുണ്ട്, ബാക്കിയുള്ളവർക്ക് സമയമില്ലാത്ത സമയത്താണ് ഇങ്ങനെ വിളിച്ചിരുത്തുന്നത്, ഇവനൊന്നും വേറെ പണിയൊന്നും ഇല്ലേ എന്നൊക്കെ ചോദിക്കും. അന്നേരം വർഷയും ശ്രുതിയെയും പൗഡർ ഇടത്തിൽ നിന്നും ഡബിങ് ആർട്ടിസ്റ്റെന്നും ഒക്കെ വിളിക്കുന്നതെന്ന് പറഞ്ഞ് ചന്ദ്രമതിക്ക് അങ്ങ് ദേഷ്യം വരുന്നുണ്ട്. നീ ഇവരെ അങ്ങ് പേരങ്ങ് വിളിച്ചാൽ മതി, അല്ലാതെ ഇങ്ങനെയൊന്നും കളിയാക്കി പേരൊന്നും വിളിക്കണ്ടെന്ന് പറയും. ഞാൻ ആരെയും ഇൻസൾട്ട് ചെയ്തൊന്നും വിളിച്ചില്ലല്ലോ, ഉള്ള കാര്യമല്ലേ പറഞ്ഞു, ഇവരുടെയൊക്കെ ജോലിക്ക് അനുസരിച്ചല്ലേ ഞാൻ വിളിച്ചേ എന്നൊക്കെ സച്ചിയും പറയുന്നുണ്ട്. രവീന്ദ്രൻ എന്ന ഒറ്റ തന്തയ്ക്ക് പിറന്നവനായി ഈ സച്ചി, അതുകൊണ്ട് എന്നെ വിശ്വസിച്ചിരിക്കുന്ന എൻ്റെ ഭാര്യയെ ഞാൻ ഒരിക്കലും ചതിക്കത്തില്ല, അവളുടെ സന്തോഷം ഞാൻ കാത്തു സൂക്ഷിക്കുക തന്നെ ചെയ്യുമെന്നൊക്കെ പറഞ്ഞ് എല്ലാവരുടെയും മുമ്പ് ഇങ്ങനെ നിൽക്കുന്നത് കാണിച്ചുകൊണ്ടാണ് ഇന്നത്തെ എപ്പിസോഡ് അവസാനിക്കുന്നത്.